ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനു ടീച്ചർ ഹെഡ് മാസ്റ്ററോട് വന്ന് പരാതി പറയാൻ, എന്നാലും ഇയാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇറങ്ങി, ഇതൊരു 5-6 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ട ഒരു കേസല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹെഡ് മാസ്റ്റർ പറയുകയാണ്, അതാണ് മീനു ടീച്ചർ നമ്മുടെ നിയമം എന്ന് പറയുന്നത്. ഇപ്പം അവരെല്ലാവരും ഒന്നായത് കണ്ടില്ലേ, അയാൾ ഇറങ്ങുകയും ചെയ്തു. പോരാഞ്ഞിട്ട് അയാൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്ന ഉടനെ തന്നെ ജോലിക്ക് കയറുകയും ചെയ്തു. ഇപ്പം മീനു ടീച്ചർ ആരായി? ഒറ്റപ്പെട്ടില്ലേ എല്ലാവരുടെ മുമ്പിലും ഇതായി ഇവിടുത്തെ സമൂഹം എന്ന് പറയുന്നത്. അയാൾ തെറ്റ് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ആ പെൺകുട്ടി മൊഴിമാറ്റിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാനാവും? പാവം, ആ കുട്ടിയെ കൊണ്ട് ആരോ കാശ് കൊടുത്ത് ചെയ്യിച്ചതാണ്. അതെ, ഒരു പെണ്ണ് ചെന്നിട്ട് കുറേ കാശൊക്കെ കൊടുത്തിട്ട് 5-6 ലക്ഷമൊക്കെ ഇറക്കിയെന്നാണ് കേട്ടത്. അവരുടെ മൊഴി അച്ഛൻ്റെ അമ്മയൊക്കെ മാറ്റി, അച്ഛനും അമ്മയും പറയണ പോലെ ആ കുട്ടിക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഹെഡ് മാസ്റ്റർ പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? മീനു ടീച്ചർ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോൾ മീനു പറയുന്നുണ്ട്, പക്ഷേ സാർ ഇതങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യും. മീനു ഇപ്പോൾ സമാധാനത്തോടെ ചെല്ലു, പോയി ചെന്ന് ജോലിയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ. മീനു ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ വരികയാണുമ്പോൾ നിഹാരെ ഒന്ന് കാണാലോ എന്ന് പറയണം. നിഹാരെ കാണുന്നില്ല. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിഹാര വന്നിട്ടില്ലേ? അവർ പറയുന്നുണ്ട് ഇന്ന് ക്ലാസ്സിലെത്തിയിട്ടില്ല. മീനു മനസ്സ് വിചാരിക്കണം, പാവം ആ കുട്ടി പേടിച്ചിട്ടാവും വരാത്തെ. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും പറഞ്ഞ അയാൾ സത്യൻ മാഷ് മുമ്പിൽ വീണ്ടും ടീച്ചറുടെ മുമ്പിൽ വന്നിട്ട് അയാൾ ഓരോ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയണം, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ നീ ആരെയാണ് നോക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. നിഹാരയല്ലേ? അവൾ ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല. പിന്നെ നീ എന്നെ അകത്താക്കാൻ നോക്കിയതല്ലേ? ഇപ്പം ഞാൻ പുറത്തായി. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ എനിക്ക് വല്ല പിടിപാടുണ്ടെന്ന്. എന്നിട്ട് നിനക്ക് മനസ്സിലായി. ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഞാൻ ഒരെണ്ണത്തിന് വിടില്ല. ഞാൻ പോരാഞ്ഞിട്ട് നിന്നെയും, പിന്നെ പോരാഞ്ഞിട്ട് എൻ്റെ സ്വഭാവമൊന്നും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇനിയും കുട്ടികളോട് കാണിക്കുന്ന ഈ രീതികളൊന്നും ഞാൻ മാറ്റാനും പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നിന്നെയും ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. പിന്നെ അർജുൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് നീ എന്ന് പറയണത്. മീനു ഒരൊറ്റ അടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും കൂടി തിരിഞ്ഞ് നോക്കണം. അതിലൊരു കുട്ടി ടീച്ചറെ നോക്കി കൊള്ളാം, നന്നായിട്ടുണ്ടെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനു പറയണം, കണ്ടല്ലോ പിള്ളേർക്ക് പോരെ നിനക്ക് 2 തരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇതുപോലുള്ള ചൊറിയണ വർത്താനം വൃത്തികേട് എന്നോട് പറഞ്ഞാൽ ഇനിയും നീ അടി മേടിക്കും. കാണിച്ചു തരാൻ ടീച്ചറെ, ഇതിനെല്ലാത്തിനും ചേർത്ത് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. ചെല്ല്, നിങ്ങൾക്കെല്ലാം കാണിച്ചു താ. എന്നിട്ട് പക്ഷേ ഈ അടി കൊണ്ടതൊന്നും മറക്കരുത്. ഇനി അടി വാങ്ങാനായിട്ട് നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ടാണ് മാഷിനെ പറഞ്ഞു വിടുന്നത് കേട്ടോ അവിടുന്ന്. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, എന്താ മീനു വിഷമിച്ചിരിക്കണേ? ഞാനിന്ന് വിളിക്കാൻ വരാഞ്ഞിട്ടാണോ? എനിക്കാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുത്ത ബൈക്ക് കിട്ടാൻ ലേറ്റായിപ്പോയി, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ മീനു പറയുന്നുണ്ട്, അതൊന്നുമല്ല കാര്യം. എന്തായാലും അർജുൻ അങ്ങോട്ട് വരാഞ്ഞത് നന്നായി. അവൻ്റെ മുഖം കാണണ്ടല്ലോ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? അവൻ അവിടെ വന്നിട്ടുണ്ട്, സത്യൻ മാഷ്. അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇത്ര പെട്ടെന്നോ? ഈ കേസിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതാ പറഞ്ഞ അയാൾ ആരെയോ ചാക്കിട്ട് കുറേ കാശൊക്കെ ഇറക്കിയെന്നാണ് അറിഞ്ഞത്. അങ്ങനെ അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇയാളെ മുഖം കാണണമല്ലോ ഈശ്വര, ഞാൻ തോറ്റുപോയി എന്ന് ഞാൻ അപ്പോൾ അർജുൻ പറഞ്ഞു, നീ അങ്ങനെ തോറ്റുപോയെന്ന് വിചാരിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. ഇതിനൊരു വഴിയുണ്ടാവും, അവന് കൊടുക്കാനുള്ള നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് മീനുവിനെ ഒത്തിരി സമാധാനപ്പെടുത്തുന്നു. പക്ഷേ നമുക്ക് ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല മീനു. അവൾ കൊച്ചു കുട്ടിയല്ലേ, അവളുടെ അമ്മയും അച്ഛനും പറയണ പോലെയല്ലേ അവൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാശും ഒക്കെ കൊണ്ട് ഇറക്കാൻ ആളുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടിൻ്റെ നിലയിലെ അവരത് വാങ്ങിയിട്ട് ആ കുട്ടിയെ കൊണ്ട് പറയാൻ പറഞ്ഞാൽ കുട്ടിക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കട്ടോ. ഇവിടെ നമ്മൾ അഞ്ജലിയെ കാണാനായിട്ട് മാഷ് അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് നന്ദി പറയാണ് കേട്ടോ അഞ്ജലി. ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ് നീ സാധിച്ചു തന്നിരിക്കുന്നത്. വളരെ നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ. എത്രമാത്രം രൂപയാണ് ഞാനിതിന് വേണ്ടി ഇറക്കിയെന്നറിയോ? കുട്ടിയുടെ വീട്ടിൽ കൊടുത്തത് മാത്രമല്ല, അല്ലാതെ വേറെ പല വഴികളിലും കൊടുത്തിട്ടാണ് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നത്. സമാധാനപ്പെട്ട്, ഇതെല്ലാം ഞാൻ തിരിച്ചു തരാം. ഒന്നും എനിക്ക് തിരിച്ചു തരണമെന്നല്ല ഞാൻ ആവശ്യപ്പെട്ടത്, പക്ഷേ അതിന് പ്രത്യുപകാരം ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം, മീനുവിൻ്റെ കാര്യം ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. എനിക്ക് കുറച്ച് സമയം തരണം. ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും പൊതുശത്രുവാണല്ലോ മീനു. അതെ, അവൾ എൻ്റെ അർജുനെ തട്ടിയെടുത്തത് പോരാഞ്ഞിട്ട് എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ അടിക്കുകയും ചെയ്തു. ഇതിന് പ്രതികാരം എനിക്ക് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ എന്നെയും അവൾ ജയിലിലേക്ക് ഇരുന്ന് നാണം കെടുത്തിയില്ലേ? അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൊടുക്കുക അവൾക്ക് പറ്റുന്നൊരു പണി. എന്താ മാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ക്ലാസ്സിൽ തന്നെ ഒരു വികൃതി ചെറുക്കനുണ്ട്. മീനുവിനാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടൂടെ. മീനു മിക്കവാറും പുറത്ത് നിർത്തുകയും ക്ലാസ്സിൽ പുറത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നൊരു കുട്ടി. അവനെ കൊണ്ടൊരു പണി ഒപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് തന്നെ ഞാനത് നടത്തിക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് പോവാട്ടോ. ഇവിടെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങാണ്. മീനു പുറത്തിറങ്ങിയിട്ട് അർജുനെ വിളിക്കുന്നുണ്ട്, സമയമായി പോവാം. അർജുൻ പറയണ, ഒരു 2 മിനിറ്റ് കൂടി നീ വെയിറ്റ് ചെയ്യും, ഞാൻ വരുന്നു. ആ ഒരു 2 മിനിറ്റ് കൊണ്ട് പ്രഭയും കാഞ്ചനയും കൂടെ അങ്ങോട്ട് വന്നിട്ട്, എന്താടി നിൻ്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നതെന്ന്, വിഷമിച്ചിരിക്കുന്നത് പേടിയാണോ എന്നൊക്കെ ഇങ്ങനെ അവളെ കളിയാക്കട്ടെ മീനുവിന്. അപ്പോൾ മീനു ചോദിക്കണം, നിങ്ങൾക്ക് രാവിലെ എന്തിൻ്റെ അസുഖമാണ്? എനിക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ
അയാളെ ജയിലിൽ പിടിച്ചിട്ട് പോയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, എന്നെ അവൻ്റെ ആളുകൾ തട്ടിക്കളയുന്നു, എന്നിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി അങ്ങോട്ടും ഒന്നും സംഭവിക്കാതെ നോക്കാൻ എനിക്കറിയാം, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എനിക്ക് അതിനുള്ള തൻ്റെ ഇടവും മിടുക്കുമൊക്കെ ഉണ്ട് സംസാരിക്കാനൊക്കെ. നിങ്ങൾ അതിലിടപെടേണ്ട അന്ന് മീനു പറയട്ടോ. ഓ അങ്ങനെയാണോ, നീ നോക്കിക്കോ, അവന് ഇതിന് പ്രതികാരം എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. എൻ്റെ ഭർത്താവ് അർജുൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയില്ല ആരെയും എന്നിങ്ങനെ പറയുമ്പോഴാണ് അർജുൻ അങ്ങോട്ട് കയറി പറഞ്ഞു. ഉടനെ പ്രഭ പറയൽ, നിൻ്റെ ഭർത്താവ് എന്നാടി ആയത്, എൻ്റെ മോനാവൻ, അത് കഴിഞ്ഞേ ആയുള്ളൂ. അപ്പോൾ അർജുൻ പറഞ്ഞു, മതി നിർത്ത്, ഇനി അവളെ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെയും കൊണ്ട് ഉപദ്രവിക്കണം, അതാണ് നിങ്ങളുടെ ആ താല്പര്യം അല്ലേ എന്ന് പറയണം. അപ്പോൾ മീന് പറഞ്ഞിട്ടുണ്ട്, ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അർജുൻ, നമുക്ക് പോവാം. ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവനെങ്ങാനും കാണുകയാണെങ്കിൽ, ആ സത്യൻ മാഷിനെ വല്ലതും കാണുകയാണെങ്കിൽ ഞാൻ പറയാം മീനുവിന് എതിരായിട്ടുള്ള 2 പേര് ഇവിടെ തന്നെയുണ്ട്, അവരെ കൂട്ടുപിടിച്ചോളാൻ എന്നും പറഞ്ഞിട്ടാണ് അർജുൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്കൂളിൽ ആ ഒരു വികൃതി കുട്ടിയെ കാണുകയാണ് സത്യൻ മാഷ്. കുറേ ചോക്ലേറ്റും, അവന് ഫുട്ബോൾ കളിക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു ബൂട്ടില്ലാത്തതുകൊണ്ട് കളിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബൂട്ടും ടീഷർട്ടും ഒക്കെ വാങ്ങിച്ച് ആ കുട്ടിയെ സോപ്പിടണം. അപ്പോൾ ആ കൊച്ചങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പെൺകുട്ടികൾക്ക് കൊടുത്ത് മയക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലേ മാഷേ, എനിക്കിപ്പോൾ തരുന്ന എന്തിനാ? മീനു ടീച്ചർ നോടുള്ള ദേഷ്യം തീർക്കിപ്പിക്കാൻ വല്ലതും ആണോ എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട്. അതേന്ന് പറയാട്ടോ. എന്നിട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ക്ലാസ്സിൽ എന്തെങ്കിലും വികൃതരം കാണിക്കണം, അപ്പോൾ ടീച്ചർ നുള്ളുകയോ തല്ലുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നീ തല കറങ്ങി അവിടെ വീണേക്കണം. അപ്പോൾ ഞങ്ങളെടുത്ത് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവിടെ വെച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റോളാം. അപ്പോൾ തല കറങ്ങി വീഴണം, ഇതാണ് സാറിൻ്റെ ആവശ്യം. ഞാൻ നടത്തിത്തരാം സാറേ, എനിക്ക് എന്തായാലും സാറിന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതിലും വലിയ പ്രത്യുപകാരങ്ങൾ ഞാൻ തരാം എന്ന് വാഗ്ദാനം നൽകണം കേട്ടോ സാറ്. അങ്ങനെ കുട്ടി ആ ഒരു തീരുമാനമായിട്ട് നമ്മുടെ മീനിനെ കൊടുക്കാനായിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.